നീ ഇങ്ങോട്ടൊന്ന് വന്നേന്നൊരു ആംഗ്യം കാണിച്ചു. എനിക്ക് വയ്യാന്ന് ജീവിതത്തിൽ വലിയ സീരിയസ് ആയിട്ടുള്ള രോഗങ്ങളൊന്നും തന്നെ സർജറിയൊക്കെ കഴിഞ്ഞു. പിന്നീട് നവംബർ മുന്നത്തെ വീഡിയോയിലും പിന്നെ ഞാൻ നേരത്തെയൊക്കെ ഇട്ടിട്ടുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഒക്കെ തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുള്ളതാണ് അച്ഛൻ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് മരിച്ചത് എന്നൊക്കെയുള്ളത്. ഇന്ന് ഡിസംബർ 16, 2022 ഡിസംബർ 16 ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ നഷ്ടമായി. ഡിസംബർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആഘോഷങ്ങൾ, അതുപോലെ തന്നെ പുൽക്കൂടൊക്കെ കെട്ടുക, ബൾബുകളൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിടുക, സ്റ്റാറൊക്കെ ഒരുക്കുക, അങ്ങനെയൊക്കെ എല്ലാ വീടുകളിലും ആഘോഷങ്ങളായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ വീട്ടിൽ നല്ല കുറേ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നമുക്ക് ഡിസംബർ സമ്മാനിച്ചത്. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ ക്രിസ്മസ് ആഘോഷങ്ങളോ ഒന്നും തന്നെ നമ്മളിപ്പോൾ ആഘോഷിക്കാറേ ഇല്ല. എൻ്റെ അച്ഛനാണെങ്കിൽ ജീവിതത്തിൽ വലിയ സീരിയസ് ആയിട്ടുള്ള രോഗങ്ങളൊന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു ചെറിയ പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. പക്ഷേ ജീവിതാവസാനം എത്തിയ സമയത്ത് ഒരു ചെറിയ രോഗം കണ്ടുപിടിച്ചു. അത് ഒത്തിരി വലിയതായിട്ടുള്ള രോഗമായിരുന്നില്ല, ഒരു മൈനർ ആയിട്ടുള്ളൊരു കേസായിരുന്നു. അപ്പോൾ അത് ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ ശരിയാവും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഒരു നവംബർ പകുതിയോട് കൂടി അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി. ഒരു 30 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ രോഗം എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം അച്ഛന് ആ ഒരു രോഗമൊക്കെ ആയ സമയത്ത് അച്ഛന് മാനസികമായിട്ടൊക്കെ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലൊന്നും ഇരിക്കാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടറോട് ചോദിച്ചിട്ട് ജോലിക്ക് പൊക്കോട്ടെ എന്നൊക്കെ അങ്ങനെ ചോദിച്ച്. അപ്പോൾ ഡോക്ടർ ഇരിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ അതൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഇടയ്ക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അച്ഛന് ട്രീറ്റ്മെൻറ്റ് ഇടയ്ക്ക് ജോലിക്കും പോകുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജൂലൈ തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ. പക്ഷേ അത് സർജറിയൊക്കെ കഴിഞ്ഞു. പിന്നീട് നവംബറിലേക്കാണ് ഈ ഒരു രോഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛൻ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉള്ള ആളായിരുന്നു. പക്ഷേ ഈ അല്ലാതെ പെയിനൊക്കെ വരുന്ന സമയത്ത് ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റാതെ വന്നു. അപ്പം അത് മാത്രമല്ല അച്ഛന് കുറേ അലർജിയൊക്കെ ഉണ്ടായിരുന്നു. കാൽസ്യത്തിൻ്റെയൊക്കെ അലർജി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് കുടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇലക്കറികളൊന്നും കഴിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയതായിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും എല്ലാം കഴിക്കാൻ മടിയാണ്. ഒന്നാമത് ഈ ഒരു കുറച്ചുകൂടെ പെയിനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ കഴിക്കാനും ഒക്കെ തന്നെ അച്ഛന് മടിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പാലൊക്കെ ആണെങ്കിലും കുടിക്കാൻ പറഞ്ഞാൽ അച്ഛന് മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ചായയൊക്കെ ഇട്ട് കൊടുക്കും, അങ്ങനെയൊക്കെ കുടിക്കും. എന്നാലും ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് പൊതുവെ മടിയാണ്. നന്നായിട്ട് അച്ഛൻ്റെ വെയിറ്റ് എല്ലാം കുറഞ്ഞു, അത്യാവശ്യം നന്നായിട്ട് ക്ഷീണിച്ചൊക്കെ വരുവാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ജോലിക്കും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാലും അച്ഛൻ പറയുന്നത് ഒരു വിഷമമാവും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു രോഗമില്ല, എനിക്ക് രോഗമില്ല എന്ന് വിചാരിച്ചിരിക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിസംബർ 16 ഒരു വെള്ളിയാഴ്ച സമയത്ത് വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. അച്ഛൻ്റെ ടിഫിൻ ബോക്സിൽ തട്ടത്തിൽ മീനും അത് മുറുക്കൊക്കെ ആയിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മുറുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛന് സിറ്റ് ഔട്ടിലിരുന്നു. സാധാരണ വന്നു കഴിയുമ്പോൾ ഹാളിലോട്ട് കയറുന്ന ആളാണ്. പക്ഷേ അച്ഛൻ വന്നിട്ട് അച്ഛന് സിറ്റ് ഔട്ടിലാണ് ഇരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് വിളക്കൊക്കെ കത്തിക്കുന്നത്. പീരിയഡ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ടേക്ക് സിറ്റ് ഔട്ടിലോട്ട് എനിക്ക് പോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ എന്നെ കണ്ട സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഇങ്ങോട്ടൊന്ന് വന്നേന്നൊരു ആംഗ്യം കാണിച്ചു. എനിക്ക് വയ്യാന്ന് എന്തോ ഒരു ആംഗ്യം ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ അപ്പം 2-3 ദിവസമായിട്ടാണെങ്കിലും ഇതിൻ്റെ ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അത് ഇടയ്ക്ക് മാറും, ഓക്കെ ആവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹാളിലോട്ട് പോകാം, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ശരിയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ തന്നെ ഇരിക്കുകയാണ്, എങ്ങോട്ടും മാറുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴും അമ്മയും വന്നു. അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടുന്നൊന്നുമില്ല. അപ്പോൾ കുറച്ച് തേയിലവെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കുടിക്കുന്നു. അച്ഛൻ ഈ മുറുക്ക് സാധാരണ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ ഏൽപ്പിക്കാറൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നുമല്ല. അപ്പോൾ അച്ഛൻ തനിയെ അത് പൊട്ടിച്ചിരുന്നങ്ങ് കഴിക്കുകയാണ്, അതിനിടയ്ക്ക് തേയിലവെള്ളം കുടിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ മുറിക്കകത്തേക്ക് കയറി ഡ്രസ്സൊക്കെ മാറിയിട്ട് വീണ്ടും ആ ഒരു സമയത്ത് എന്നോട് കഴിഞ്ഞ ദിവസം കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കേക്ക് നീ തന്നില്ലല്ലോ എന്നൊക്കെ എന്നോട് പരാതിയൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ നേരെ വീണ്ടും സിറ്റ് ഔട്ടിലേക്ക് പോയിരിക്കുകയാണ്. എന്ന സമയത്ത് ഞാൻ അന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് അച്ഛനെ വിളിച്ചിട്ട് ഹാളിലോട്ട് വന്നിരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അതുവരെ അച്ഛന് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് മുന്നേ ഒരു വിഷമം ഇങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ അച്ഛന് വലിയൊരു കുഴപ്പമൊന്നുമില്ല തന്നെയാണ്. അച്ഛന് സാധാരണ അങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ ഇരിക്കാറുണ്ട്. അവിടെ വന്ന് വീണ്ടും അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്, വീണ്ടും മുറുക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ തേയിലവെള്ളം എടുത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് അച്ഛനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമ്മയപ്പം എന്തോ ഒന്ന് വിളിച്ചു പറയുന്നത്. അതായത്, മനുഷ്യൻ നിങ്ങൾക്ക് എന്ത് പറ്റി എന്നിങ്ങനെ പറയാണ്. ആദ്യം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഇത് നോക്കാം,
സാധാരണ നമ്മൾ ഇങ്ങനെ അച്ഛനൊരു ഒരിക്കലും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് അച്ഛന് കസേരയിലിരിക്കുകയാണ്. കസേരയിലിരിക്കുന്ന ആൾ വല്ലാതെ, അച്ഛൻ്റെ കണ്ണൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കണ്ണാണ്. പക്ഷേ ഈ കണ്ണ് കുറച്ചും കൂടി വല്ലാതെ തെള്ളി വല്ലാതെ ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കോണിലേക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ മറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിനിടയ്ക്ക് എന്താണ് ഒരുമാതിരി സീഷർ പോലെ ഇങ്ങനെ തല ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ഒരു പിടയ്ക്കുന്ന പോലെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ഞാനും കുറേ എനിക്ക് നല്ല സൗണ്ടിൽ ഞാൻ നിലവിളിച്ച സമയത്ത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള ആൾക്കാരും എല്ലാവരും ഓടി വന്നു. അപ്പോഴേക്കും അച്ഛന് കസേരയിൽ ഇരുന്ന ആൾ പെട്ടെന്ന് നമ്മുടെ ആ ശരീരത്തിൻ്റെ വെയിറ്റ് എല്ലാം ഇങ്ങനെ പോകുന്ന പോലെ അച്ഛന് പെട്ടെന്ന് താഴേക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരും പിടിച്ചിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ആൾക്കാരൊക്കെ വന്നു. ഞാൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ അച്ഛനെ കാറിൽ കയറ്റി. പക്ഷേ കാറിൽ കയറ്റി ഒരു പകുതി സമയം കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ മരിച്ചു. അപ്പോൾ അത് എനിക്ക് മനസ്സിലാവുന്നില്ല, ബാക്കിയുള്ളവർക്കെല്ലാം മനസ്സിലായി. പക്ഷേ അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നു. അവിടെ എന്താണ് ഡോക്ടറെ കാണിച്ചു. അപ്പം അവിടെ നിന്ന് ഇപ്പം നമ്മളെന്തെങ്കിലും നെഞ്ചുവേദനയോ എന്തെങ്കിലും ആയിരിക്കും, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ നെഞ്ചൊക്കെ തടവുന്നുണ്ടായിരുന്നു. അപ്പോൾ കാറിൽ നിന്ന് ഇറക്കിയ സമയത്ത് അച്ഛൻ്റെ അതുവരെ നല്ല ചൂടായിട്ടിരുന്ന ശരീരം നല്ല തണുത്ത് കാണിച്ച സമയത്ത് അപ്പോൾ ഡോക്ടർ പറയാണ് പൾസ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അച്ഛൻ മരിച്ചിട്ടില്ല, അച്ഛൻ ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാണ് ഡോക്ടർ എന്തെങ്കിലും ഡീഫിബ്രിലേറ്ററോ എന്തെങ്കിലുമൊക്കെ വെച്ചൊന്ന് രക്ഷപ്പെടുത്തണം എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു പുറത്ത് വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വെളിയിൽ ചെല്ലുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ നമ്മുടെ നാട്ടിലുള്ള ഏകദേശമുള്ള ആൾക്കാരെല്ലാം ആ എമർജൻസിയുടെ വെളിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിച്ച സമയത്ത് ഇല്ല കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ നോക്കുകയില്ല എന്നൊക്കെ പറയുന്നു. എനിക്കപ്പോൾ ഏകദേശം കത്തി. അപ്പോൾ അത് മാത്രമല്ല പലരും അവിടെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടു, ആൾ തീർന്നു എന്നിങ്ങനെ പറയുന്നു, ആൾ പോയി എന്നുള്ളത് എനിക്കൊരു ഉറപ്പായി. അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് എന്നെ കൊണ്ടു ചെന്നു. ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഇതുവരെ കാണാതെ കുറേ നമ്മുടെ ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം നമ്മുടെ വീട് ചുറ്റും ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുകയാണ്. അമ്മ നല്ല കരയാണ്. അപ്പം ഞാൻ അമ്മയോട് ഇൻഡയറക്റ്റായിട്ട് തന്നെ പറഞ്ഞു അച്ഛന് പൾസില്ല, രക്ഷപ്പെടാൻ വലിയ ചാൻസ് ഇല്ല എന്ന് തന്നെ പറഞ്ഞു. ഒരിക്കലും നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ പ്രതീക്ഷയ്ക്ക് വക കൊടുക്കരുത്. ഞാനത് പല കാര്യങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളതാണ്. പലരും അല്ലെങ്കിൽ അവളോട് അല്ലെങ്കിൽ പിന്നെ പറയാന്നുള്ള രീതിയിൽ കുഴപ്പമില്ല, കിടക്കാണ്, ഹോസ്പിറ്റലുണ്ട്, ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല, വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ രീതിയിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവസാനം അവർ ആ ഒരു റിയാലിറ്റിയിലേക്ക് ചെല്ലുന്ന സമയത്തുണ്ടല്ലോ അത് അവർക്ക് ഭയങ്കര ഷോക്കായിരിക്കും. അപ്പോൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലായി ആളില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ അന്നേരം എൻ്റെ അമ്മയോട് ഇൻഡയറക്റ്റായിട്ട് തന്നെ ഞാൻ പറഞ്ഞു. അമ്മയ്ക്കപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായി. ഈ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം അറിയാം. പക്ഷേ അവരപ്പോഴും പറയാണ്, സമാധാനിപ്പിക്കുകയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഞാനും അമ്മയും തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെല്ലുന്ന സമയത്ത് അച്ഛൻ അവിടെ ഒരു സ്ട്രക്ചറിൽ, ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെയാണ്, അതിന് ചുറ്റും കാടും കുന്തവും ഒക്കെ അപ്പുറം സൈഡിലൊക്കെ ഉണ്ട്. അവിടെ ഒരാളൊഴിഞ്ഞൊരു സ്ഥലത്ത് ഒരു വരാന്തയിൽ ഇങ്ങനെ കിടത്തിയേക്കാണ്. അപ്പോൾ ചെല്ലുന്ന സമയത്ത് ഒരു തുണി എന്തോ മൂടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് തന്നെ ഡോക്ടർ പറഞ്ഞു ഡെഡ് ബോഡി അവിടെ കിടപ്പുണ്ടോ എന്നുള്ളത്. അപ്പോൾ ചെന്ന സമയത്ത് കൊതുകെല്ലാം അച്ഛനെ ഇങ്ങനെ അവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ് അത് കാണുമ്പോൾ. നമ്മൾ ചെന്നു, കണ്ടു, മുത്തമൊക്കെ കൊടുത്തു, തിരിച്ച് അച്ഛനെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് അച്ഛനെ അടക്കിയത്. ദഹിപ്പിക്കുകയായിരുന്നു. 5 ദിവസം നമ്മുടെ അച്ഛന് നമ്മുടെ വീട്ടിൽ തന്നെ മൊബൈൽ മോർച്ചറിയിലായിരുന്നു. ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അച്ഛനെ കാണുമ്പോൾ നമ്മുടെ ഹാളിൽ ഇങ്ങനെ കിടത്തിയേക്കുക, മൊബൈൽ മോർച്ചറി കിടത്തിയേക്കുക. അതിനകത്ത് കിടക്കുന്ന ആൾ ഇനി ഒരു 5 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇല്ല, ഇനി ആൾ മണ്ണിലേക്ക് ലയിച്ച് തീരുവാണ്. അതിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ തീരുമ്പോൾ ഇങ്ങനെ ഓർക്കുക, ദൈവമേ എന്തെങ്കിലും അച്ഛൻ എവിടെയെങ്കിലും ഒന്ന് ഓരോ ഇതിലൊക്കെ പറയില്ലേ, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ലായനിയിലൊക്കെ ഇട്ട് വെക്കുക, ശരീരം കേടാവാതെ പോകാനും, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, 5 ദിവസം കഴിഞ്ഞു. ബുദ്ധമതം ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ ആ ഒരു ആചാരപ്രകാരം അങ്ങനെ അടക്കിയാൽ മതി എന്ന് അച്ഛൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ അച്ഛനെ ദഹിപ്പിക്കുകയായിരുന്നു. ഞാൻ ഈ ആത്മാവിലും ഒന്നും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ ഞാൻ എൻ്റെ അച്ഛനെ ദഹിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കുറേ നേരം, ആ രാത്രിയിൽ കുറേ നേരം ഞാൻ അവിടെ ഇരുന്നു. എനിക്ക് അപ്പോഴും എൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടോ, മരിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. പക്ഷേ ഞാനിങ്ങനെ മനസ്സിനെ പഠിപ്പിച്ചു കൊടുക്കണം ആളില്ല എന്നുള്ളത്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിലൊരു ആത്മാവ് ഇവിടെയുണ്ട്, ഇവിടെ എവിടെയോ ആത്മാവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ കുറേ നേരം ഇരിക്കുകയാണ്. സാധാരണ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചായയും കാപ്പിയും ഉണ്ടാക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞാൻ മിക്കപ്പോഴും എഴുന്നേൽക്കുന്നത്. അവർ രാവിലെ എഴുന്നേറ്റിട്ട് 5:30 ആകുമ്പോൾ അച്ഛന് രാവിലെ ചായയൊക്കെ വേണം. കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് ഈ മനസ്സിലാക്കുന്ന അച്ഛൻ ഇല്ല എന്നുള്ളത്. ഇപ്പോൾ 2 വർഷമായി, കുറച്ചൊക്കെ മാനസികമായിട്ടൊന്ന് ഹീലായി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പം ഇതൊക്കെ പറയാനായിട്ട് പറ്റുന്നത്. എൻ്റെ അച്ഛൻ്റെ മരണം നടന്നു കഴിഞ്ഞ സമയത്താണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ വളരെ ചെറുതാണ്.
നമുക്ക് എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതിപ്പോൾ നമ്മളിപ്പം ജാതകം നോക്കിയിട്ട് അല്ലെങ്കിൽ ഗണിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഒന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പം നമ്മൾ ആ ഒരു ചെറിയ ജീവിതം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നൊക്കെയുള്ളതാണ് നമ്മൾ ചെയ്യുക. കുമാരനാശാൻ്റെ വീണപൂവിൽ പറയുന്ന പോലെ തന്നെ ഒരു പൂവ് കൊഴിഞ്ഞു വീഴാനുള്ള അത്ര ഒരു സമയമുള്ളൂ നമ്മുടെയൊക്കെ ജീവിതം. അത് കുറച്ചും കൂടി എനിക്ക് മനസ്സിലായത് എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ്. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കുന്നത് ഞാനാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഞാനുമായിട്ടാണ്. ഒത്തിരി നല്ല വഴക്കുകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു പിണക്കവും കാര്യങ്ങളെല്ലാം മാറും. മറ്റ് സഹോദരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അച്ഛൻ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ എന്നോടാണ് വന്ന് പറയാറുള്ളത്. അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒരു വലിയ കുറേ വീഡിയോ ചെയ്യേണ്ടി വരും. അതുപോലെ കുറേ കാര്യങ്ങൾ അച്ഛനുണ്ട്. അനാഥാലയത്തിലും ഒക്കെ തന്നെ കുറേ ചെയ്തു കൊടുക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഒത്തിരി കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടും ഒക്കെ ഉണ്ട്. അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നൊക്കെ ആണെങ്കിലും ഗാന്ധി ഭവനിലൊക്കെ തുണികൾ അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരു ഓണ സമയത്തും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഈ ട്രീറ്റ്മെൻറ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ പോകണം, അവർക്ക് കുറച്ച് തുണികളൊക്കെ എടുത്ത് കൊടുക്കണം. കുറേ അധികം ആഗ്രഹങ്ങളുള്ള ഒരാളായിരുന്നു. മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ പോലും അച്ഛൻ രാവിലെ ബ്രഷ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ്റെ ഈ ഒരു ഭാഗം എല്ലാം മൊത്തം ഇങ്ങനെ ക്ഷീണിച്ച് എല്ലാം തെളിഞ്ഞു വന്നിരിക്കുകയാണ്. അത് പറയുകയും ചെയ്തു, അച്ഛനത് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നുണ്ട്, അച്ഛൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുകയും ചെയ്തതാണ്. ആ രാവിലെ തേച്ച് ബ്രഷ് അവിടെ ഇപ്പോഴും അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. ആള് അന്നേരം പോകുമെന്ന് ഞങ്ങൾ ആരും വിചാരിക്കുന്നില്ലല്ലോ. ഭയങ്കര ഒരു മനുഷ്യത്വത്തിന്റെ ഉടമയായിരുന്നു എൻ്റെ അച്ഛന്. ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കാര്യങ്ങൾക്ക് വിളിച്ചാലോ എല്ലാം തന്നെ സഹായത്തിനായിട്ട് ഓടി ചെല്ലുന്ന ഒരാൾ. പകരമായിട്ട് ഒന്നും ചിന്തിക്കാതെ ഇപ്പം അത്യാവശ്യം ആർക്കെങ്കിലും കടം എന്തെങ്കിലും കൊടുക്കാനാണെങ്കിൽ അതും തിരിച്ചൊന്നും മേടിക്കണമെന്ന് ഒരു ഇതും ഇല്ല. അങ്ങനെ എല്ലാവരെയും നല്ല രീതിയിൽ സഹായിക്കുക ഒരു സാധു മനുഷ്യൻ. ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അച്ഛൻ മരിച്ച ശേഷമാണ് പലരും നമ്മളോട് പറയുന്നതൊക്കെ തന്നെ. അച്ഛനപ്പോൾ മരിക്കുന്നതിന് ഒരു 2 മാസം മുന്നേ നമ്മളിവിടെ ഒരു കാവിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെയുള്ള ഒരാളോട് പറഞ്ഞാണ് എനിക്ക് കുറേ അധികം വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മക്കൾ വന്നതിന് ശേഷമാണ് എൻ്റെ വിഷമങ്ങളൊക്കെ മാറിയെന്നുള്ളത്. അധികം അങ്ങനെ ആരോടും എക്സ്പ്രസ് ചെയ്യത്തില്ല. എന്ത് വിഷമങ്ങൾ വന്നാലും സാധാരണ ഏതെങ്കിലും ഒരു ഡയറിയിലൊക്കെ എഴുതി വെക്കും. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ഡയറിയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ നമ്മൾ കല്ല് പോലെ നടക്കുന്ന പല ആൾക്കാരും ഉള്ളിൽ കുറേ അധികം വിഷമങ്ങളും ഒക്കെയുള്ള ആൾക്കാരാണെന്നുള്ളത്. നമ്മൾ നല്ല ആൾക്കാർക്ക് എപ്പോഴും മോശം കുറേ കാര്യങ്ങൾ കേൾക്കുമെന്ന് പറയത്തില്ലേ. അപ്പോൾ അതുപോലെ തന്നെ കുറേ അധികം അപവാദങ്ങളും ഒക്കെ തന്നെ അച്ഛനെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം തന്നെ തരണം ചെയ്തിട്ടാണ് അച്ഛൻ ജീവിച്ചത്. പ്രത്യേകിച്ച് അച്ഛൻ ഒറ്റ ഒരാളാണ്. അച്ഛൻ്റെ സഹോദരങ്ങളോ ഒന്നും തന്നെയില്ല. കല്യാണത്തിന് മുന്നേ തന്നെ അച്ഛൻ മരിച്ചു. ഞാനിവിടെ ജനിച്ചു കഴിഞ്ഞിട്ട് അമ്മ മരിച്ചു. സഹോദരങ്ങൾ ആരും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളൊക്കെ ജനിച്ചത്. അപ്പോൾ അത് ഞങ്ങൾ ജനിച്ചത് തന്നെ അച്ഛനൊരു സപ്പോർട്ടും സന്തോഷവും ഒക്കെ ആയിരുന്നു. ഇപ്പം സഹോദരങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ആരുണ്ടെന്ന് പറഞ്ഞാലും അച്ഛൻ അമ്മ അവരല്ല വേറെ ആരും നമ്മളെ സ്നേഹിക്കത്തില്ല, നമ്മുടെ കാര്യങ്ങൾ തിരക്കത്തില്ല, നമ്മളെ ഉപദേശിക്കത്തില്ല, വേറെ ആരും ചെയ്യത്തില്ല. സോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അച്ഛനും അമ്മയൊക്കെയുള്ള ആൾക്കാർ എല്ലാവരും അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യുക, അവരെ നല്ല രീതിയിൽ സ്നേഹിക്കുക എന്നൊക്കെ തന്നെയാണ്. അച്ഛനുള്ള സമയത്ത് ഒന്നിൻ്റെ വില അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അച്ഛനോട് എന്ത് പറഞ്ഞാലും അച്ഛൻ മേടിച്ചുകൊണ്ട് വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലായി. ഇതിൽ പാട്ടിൽ തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത്. ഒരു ഏർണിങ്സോ അങ്ങനെയൊന്നും തന്നെ കിട്ടിയിട്ടൊന്നുമില്ല. സൈഡായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത്. 2022 നവംബറിലോ ഡിസംബറിലോ ഒന്നും തന്നെ ഞാൻ വിചാരിച്ചതല്ല 2023 ജൂൺ 9 ഞാനൊരു ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന്. ചില സമയത്ത് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ ഓരോന്നിലേക്ക് കൊണ്ടെത്തിക്കുമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് ഇപ്പോൾ കുറേയൊക്കെ നമ്മുടെ എഫേർട്ട് ഇട്ടതിൻ്റെ ഒക്കെ തന്നെ ഇപ്പോൾ ഒരു 4000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ പേയ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അത് ഇനിയും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണല്ലോ നമ്മുടെ കുറേ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആണല്ലോ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടൊരു കരുത്ത് നൽകുന്നത്. വീട്ടിലുള്ളവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനാണ് ഈ വീഡിയോസൊക്കെ ചെയ്തിരിക്കുന്നത്, എന്തിനാന്നൊക്കെ എന്നോട് ഇങ്ങനെ പലപ്പോഴും എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ചാനൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇതിനകത്തുനിന്ന് നേടിയെടുക്കണം എന്നൊരു വാശിയിലാണ്. അത്രയേ ഉള്ളൂ. പിന്നെ അച്ഛനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.